തിരുക്കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് കുഞ്ഞു കുട്ടികളുടെ വൈകാരിക വളർച്ചയുടെ ചില ഘട്ടങ്ങളൊന്ന് നോക്കാം. അതെങ്ങനെയാണ് അവർക്ക് വലുതാവുമ്പോഴത്തേക്കും അവരുടെ ചില കാര്യത്തിൽ അത് ബാധിക്കുന്നതും അതെങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ജന്മന കുഞ്ഞുങ്ങൾക്ക് ദൈവം ചില ഇൻബോൺ റിഫ്ലെക്സസ് തന്നിരിക്കുകയാണ്. നമ്മൾ ഒരു കുഞ്ഞ് ജസ്റ്റ് ജനിച്ച കുട്ടിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് മനസ്സിലാക്കാം. ചില റിഫ്ലെക്സസ് നമ്മൾ പീഡിയാട്രിക്സിൽ പഠിക്കുന്നത് റൂട്ടിംഗ് റിഫ്ലെക്സ്, സക്കിംഗ് റിഫ്ലെക്സ്, ഗ്രാസ്പ് റിഫ്ലെക്സ്, ഹെഡ് ടേണിംഗ് റിഫ്ലെക്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റൂട്ടിംഗ് റിഫ്ലെക്സ്, ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിന്റെ കയ്യിലോട്ട് ജസ്റ്റ് ജനിച്ച കുഞ്ഞാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിന്റെ വിരല് നമ്മുടെ വിരലിലോട്ട് ഇങ്ങനെ ഒരുമിച്ചാക്കും. ഇറ്റ്സ് എ ഗ്രാസ്പ് റിഫ്ലെക്സ്. റൂട്ടിംഗ് ആൻഡ് സക്കിംഗ് റിഫ്ലെക്സ്, നമ്മൾ കുഞ്ഞിന്റെ അടുത്ത് വായന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി, കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി സക്ക് ചെയ്യാനായിട്ട് തന്നെ തിരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ കുഞ്ഞിനെ ജനിക്കുമ്പോഴേ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു മെയിൻ അറ്റാച്ച്മെന്റ് ഫിഗറിനോട് ഓരോരോ ബന്ധം സ്ഥാപിക്കാൻ ഉള്ള ആ ഒരു ടെൻഡൻസി ജന്മന ഉണ്ട്. കുഞ്ഞ് കരയുന്നത്, ഈ കരയുന്ന സിഗ്നൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റാച്ച്മെന്റ് സിഗ്നൽ ആണ്. ആദ്യത്തെ 6 മാസത്തിനകം കുഞ്ഞിന് അമ്മയുടെ ശബ്ദമോ അമ്മയുടെ മോൻ കാണുമ്പോൾ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ അമ്മ അല്ലെ അമ്മയുടെ സ്ഥാനത്തിൽ ഇപ്പം അച്ഛനാകാം, അപ്പനാകാം, അല്ലെ ആ മെറ്റേണൽ കെയർ ഗിവർ, ആ ആളോടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിന് ആ ഓട്ടോമാറ്റിക്കലി ആൾ എടുക്കുമ്പോഴായിരിക്കും ഏറ്റവും ശാന്തമാകുന്നത്, അല്ലെ ആ ആൾ ഒരു പ്രത്യേക രീതിയിൽ ആട്ടുമ്പോഴത്തേക്കിനായിരിക്കും ആ കുഞ്ഞ് ശാന്തമാകുന്നത്. കുഞ്ഞ് പല പ്രാവശ്യം അടുത്തോടെ പോകുമ്പോഴായിരിക്കും ദേഹം ഇങ്ങനെ പൊക്കുന്നത്, എന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ. ഇറ്റ് ഇസ് കോൾഡ് ആൻ ആന്റിസിപ്പേറ്ററി പോസ്ചർ. കൊച്ച് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് കൊച്ചിനെ എടുക്കുന്നു. അപ്പൊ ഇതെല്ലാം കുഞ്ഞ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യാനുള്ള ഡെവലപ്മെന്റ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും കുഞ്ഞിനെ ചില നേരം മാറ്റുമ്പോൾ കൊച്ചിന് ആകെ അസ്വസ്ഥതയായിരിക്കും. കൊച്ചിനെ അറിയാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ആളുകളല്ല, കുഞ്ഞിനെ അറിയാത്ത ആളുകൾ. കൊച്ച് എല്ലാം ദിവസം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാത്ത ഏതാളും കൊച്ചിന് ഒരു സ്ട്രേഞ്ചറാണ്, ഒരു അറിയാത്ത വ്യക്തിയാണ്. അപ്പൊ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് നല്ല പരിചയമുള്ള ആള് പക്ഷെ കുഞ്ഞിനെ പരിചയം അല്ലാത്ത ഒരാളെ പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യത്തിന് കുഞ്ഞിനെ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി അസ്വസ്ഥത തോന്നും, ഒരു ഡിസ്ട്രെസ് തോന്നും, ഒരു ആൻസൈറ്റി തോന്നും, ഉത്കണ്ഠ. നമുക്ക് ഉത്കണ്ഠ എങ്ങനെയാ തോന്നുന്നത്? നമുക്ക് പെട്ടെന്ന് ഒരു നെഞ്ചിടിപ്പ് വരുന്നു, നമുക്ക് ആകെ ഒരു അസ്വസ്ഥത, വെപ്രാളം പോലെ ആ ഫീലിംഗ് ആണ് കുഞ്ഞിനും വരുന്നത്. പല പ്രാവശ്യം ഞാൻ കാണാറുണ്ട്. ശരിക്കും സ്നേഹം കൊണ്ടായിരിക്കാം, അറിവില്ലായ്മയും കൊണ്ടായിരിക്കാം, പല പ്രാവശ്യം നല്ല സന്തോഷത്തോടെ ഒരു അമ്മ അല്ലെ അപ്പന്റെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിനെ വേറെ ആരെങ്കിലും ചാടി കയറി വന്ന് ഒറ്റ എളുപ്പെടുക്കും, കൊച്ചിനെ മാറ്റും. കൊച്ചപ്പം തന്നെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. ശരിക്കും കൊച്ചിന് അവിടെ കൊച്ചു ഉത്കണ്ഠ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറേയേറെ കുഞ്ഞുങ്ങളുടെ ഈ സൈക്കോളജി മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്ന് കുഞ്ഞുങ്ങളെ അറിയാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കത്തുമില്ല. 2, നമുക്ക് കുഞ്ഞിനെ നമ്മളെ അത്രയും പരിചയമില്ലെങ്കിൽ നമ്മുടെ രസത്തിന് വേണ്ടി നമ്മൾ കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് കൊണ്ടുപോകത്തുമില്ല. ഒരു ആദ്യത്തെ വർഷം തീരുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു സ്ഥിരമായിട്ടൊരു മദർ ഫിഗർ കുഞ്ഞിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കുഞ്ഞിന് മനുഷ്യരോട് ഒരു ബേസിക് ആയിട്ടൊരു വിശ്വസ്തത, ട്രസ്റ്റ് കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യും. 2, ഒരു അറ്റാച്ച്മെന്റ് വരും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സൈക്കോളജിയിൽ ബോണ്ടിങ് എന്ന് പറയും. ബോണ്ടിങ്, BONDING. ഈ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് കുഞ്ഞിനെ സംബന്ധിച്ച്. ഈ ബോണ്ടിങ് നന്നായിട്ട് നടന്നാൽ കുഞ്ഞിന് ജീവിതത്തിൽ മുമ്പോട്ട് നന്നായിട്ട് റിലേഷൻഷിപ്സിലെ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഇതില് ഈ ഒരു ബോണ്ടിങ് നന്നായിട്ട് വരണമെങ്കിൽ ഒന്ന്, കുഞ്ഞിനെ ഒരേ വ്യക്തിയായിരിക്കണം ഏറ്റവും കൂടുതലായിട്ട് ഒരു സ്ട്രെസ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പം ഈ മദർ അല്ലെ ഈ മദർ സബ്സ്റ്റിറ്റ്യൂട്ട്, അത് ചിലപ്പോൾ അപ്പനായിരിക്കാം, അല്ലെ ഏതെങ്കിലും ഒരു മദർ ഫിഗർ ആയിരിക്കാം. ഇറ്റ് മസ്റ്റ് ബി റെഗുലർ. 2, പറ്റുന്നിടത്തോളം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം, പറ്റുന്നിടത്തോളം കുഞ്ഞുങ്ങളെ
ഈ ഒരു ഘട്ടത്തില് കൊച്ചു പ്രായത്തില് നമ്മൾ അപ്പന്റെ അല്ലെ അമ്മയുടെ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പേരന്റ് ഫിഗറിന് മാറ്റി നിർത്താൻ പാടില്ല. തീർത്തും നിവൃത്തിയില്ലാത്തപ്പോ മാത്രം, അതിനും ചില ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഈ രണ്ട് കാര്യം നമ്മളുടെ കുഞ്ഞിന്റെ ആദ്യത്തെ വർഷത്തിനകം നമ്മൾ ഷുവർ ആക്കി വെക്കാണ്. കൺസിസ്റ്റന്റ് റെഗുലർ കെയർ ഫ്രം ദ സെയിം പേഴ്സൺ. രണ്ട്, അപ്പനെ അമ്മയുടെ നിന്ന് ദൂരെ അകന്ന് പോവാതിരിക്കുന്ന ഒരവസ്ഥ, മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. ഇത് രണ്ടും ഇതില്ലാതെ ഈ മാറ്റി ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ ഒരു കൺസിസ്റ്റന്റ് കെയർ കിട്ടുന്നതാകുമ്പോൾ ബോണ്ടിങ് ഭംഗിയായിട്ട് നടക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, മുമ്പോട്ട് ഒരു അഡൾട്ട് ജീവിതത്തിൽ ഇച്ചിരി വലുതായി കഴിയുമ്പോഴത്തേക്കിന് ഒരു വലിയതായി കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതൊന്ന്. രണ്ട്, അവർക്ക് പൊതുവെ എല്ലാവരോടും ഒരു ചെറിയ സംശയമായിരിക്കും, എല്ലാവരും എന്റെ എതിരാണെന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പം ഇത് മാത്രമല്ല ഇങ്ങനത്തെ ഫീലിങ്സ് വരാൻ കാര്യം, പക്ഷെ ഇതാണ് ഒരു ഫാക്ടർ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് കുഞ്ഞിനെ പതുക്കെ അമ്മയുടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവ് വരും. അതിന്റെ മുമ്പ്, ആ ഒരു ഘട്ടത്തിന് മുമ്പായിട്ട് അമ്മ ഒരു മുറിയിലുണ്ടെങ്കിൽ കുഞ്ഞിന് ഓടി നടന്ന് അവിടെ മൊത്തം നോക്കാനും എക്സ്പ്ലോർ ചെയ്യാനും വേറെ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു ധൈര്യമുണ്ട്. പക്ഷെ ഏത് നിമിഷം ഒരു എപ്പോഴും അമ്മയുടെ അടുത്തോ അല്ലെ അപ്പൻ അവിടെ ഉള്ള ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു ശ്രദ്ധ കാണും. എന്തെങ്കിലും ചെറിയൊരു സൗണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഓടി ചെന്ന് കുഞ്ഞ് അച്ഛന്റെ മടിയിലോട്ട് ചാടിക്കയറിയോ അല്ലെ അമ്മയുടെ മടിയിലോട്ട് ചാടിക്കയറിയോ ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ആവശ്യമാണ് കുഞ്ഞിന്റെ. നമ്മൾ ഉടനെ നീ എന്തിനാ ഇത്രയും പേടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളി മാറ്റാൻ പാടില്ല. എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിലോട്ട്, ആ ഒരു സെക്യൂരിറ്റിയിലോട്ട്, ആ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടാൽ മാത്രമേ അടുത്ത ഘട്ടത്തില് കുഞ്ഞിന് ധൈര്യത്തോടെ അമ്മേനെയും വിട്ട് അപ്പനെയും വിട്ട് ഇൻക്ലൂഡ് ധൈര്യത്തോടെ കോൺഫിഡൻസോടെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് ആ സ്റ്റേജിൽ കൊച്ചു ഓടി എത്തുവാണെങ്കിൽ കൊച്ചു സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ചാടിക്കറി എടുക്കുകയും ചെയ്യണം. ഈ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ച് ഒറ്റ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന പതുക്കെ ഇപ്പം മറ്റുള്ളവരുടെ കൂടെ കളിക്കാൻ തുടങ്ങും. കുഞ്ഞുങ്ങള് ഒരു 2.5 വയസ്സാകുമ്പോൾ ഒരു കുഞ്ഞ് അവിടെ കളിക്കും, ഒരു കുഞ്ഞ് ഇവിടെ കളിക്കും. കുറച്ച് കഴിയുമ്പോൾ അവരിട്ടിട്ട് പോകും. പക്ഷെ ഒരു 2.25-2.5 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ആ ഈ കുഞ്ഞും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കാനുള്ള ശ്രമം നടത്തും. ഇനി ഈ ഒരു പ്രായത്തിൽ എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങള് മാറ്റി നിർത്തുവാണെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റും അവർ ആദ്യം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു പ്രീവിയസ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലോട്ട് പോകും. ഇച്ചിടെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേജിലോട്ട് പോകും. അതിന്റെ നമ്മൾ സൈക്കോളജിയിൽ പറയുന്ന റിഗ്രഷൻ. എക്സാമ്പിൾ, ചില പിള്ളേര് ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിരുന്നു, അവർ കറക്റ്റ് ആയിട്ട് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് അപ്പൻ അല്ലെ അമ്മയുടെ നിന്ന് മാറ്റി നിർത്തുമ്പോഴത്തേക്കിന് കൊച്ചിന് കോൺസ്റ്റിപ്പേഷൻ വരാൻ തുടങ്ങുന്നു, മലബന്ധം വരുന്നു. അല്ലെ മൂത്രം ഒഴിക്കുന്നത് അറിയാതെ പിന്നെ പകലും രാത്രിയൊക്കെ പിന്നെ പണ്ടത്തെ പോലെ കുഞ്ഞുനാളത്തെ പോലെ വെച്ചാകാൻ തുടങ്ങുന്നു. ചിലപ്പം കുഞ്ഞ് അത്രയും നാളും നന്നായിട്ട് ABC ഒക്കെ എഴുതാൻ ഒന്ന് പഠിച്ചു വരാൻ തുടങ്ങിയത് മൊത്തം ചിലപ്പം മറന്നു പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ കുഞ്ഞ് ഏതെങ്കിലും നഴ്സറി റൈംസ് അല്ലെ 1 to 3 അല്ലെ ഏതെങ്കിലും ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത് ഒന്നും പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല, പഴയ ഒരു സംഭവത്തിലോട്ട് പോകുന്നു. വേറൊരു റിയാക്ഷൻ പിള്ളേർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ വലിയ ഒട്ടലൊക്കെ ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ട് ഓടി നടന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഏത് നേരം ഒട്ടാൻ തുടങ്ങും. ആ നോക്കുന്ന ആളുടെ അടുത്തോട്ട് ഇങ്ങനെ ഒട്ടി ഏത് നേരം കരഞ്ഞാലും മോങ്ങനോ ഒക്കെ ആയിട്ട് കൊച്ചു അസ്വസ്ഥപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പല പ്രാവശ്യം നമ്മളൊരു പുതിയ കാര്യം കൊച്ചിനെ പഠിപ്പിക്കാൻ പോവാ, അല്ലെ പുതിയൊരു കാര്യം ചെയ്യിപ്പിക്കാൻ പോവാ, ഇപ്പം അത് കൊച്ചിനെ ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലുള്ള നിസ്സായ അവസ്ഥ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ചില റിയാക്ഷൻസ് പല പിള്ളേർക്ക് കാണാറുണ്ട്. ചിലപ്പം ഇച്ചിരി ഓൾഡർ പിള്ളേർ, എനിക്ക് പല പ്രാവശ്യം ഈ സൈക്കോളജിക്കൽ കോൺസ്റ്റിപ്പേഷന്റെ പ്രോബ്ലം ആയിട്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. പല പ്രാവശ്യം ഇത് പറ്റുന്ന എപ്പോഴാ, പെട്ടെന്ന് അപ്പൻ അല്ലെ അമ്മ ചിലപ്പം ഗൾഫിലോ അല്ലെ പുറത്തോ എവിടെയെങ്കിലും ദൂരം ജോലിക്ക് പോകുന്ന ഒരു ഘട്ടത്തിലായിരിക്കും കൊച്ച് ആ സ്ട്രെസ്, ആ പേരൻസ് ദൂരം അകന്ന് പോയതിന്റെ ഉത്കണ്ഠ കൊച്ചനുഭവപ്പെടുന്ന ഈ രീതിയിലാണ്.
ചില സമയത്ത് നമ്മൾ കുറച്ച് സമയത്തിന് മാറിപ്പോവാന്ന് ഓർത്തു. ഈ കുഞ്ഞു ഘട്ടത്തില് കുഞ്ഞുങ്ങൾ ഈ 2.5-3 വയസ്സ് ആ പ്രായത്തില് 4 വയസ്സൊക്കെ പ്രായത്തില് അതിന്റെ നേരെ കുഞ്ഞു പ്രായത്തില് എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ചില പിള്ളേർ ഭയങ്കര ദേഷ്യഭാവം കാണിക്കും. അമ്മ തിരിച്ച് വരുമ്പം ചിലപ്പോ ജോലിക്കായിരിക്കും പോയത്, കുറച്ച് മണിക്കൂറിന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കിന് കൊച്ച് ശരിക്കും ഒരു ഇറിറ്റേഷൻ കാണിക്കാൻ തുടങ്ങും. ഇത് വളരെ നാച്ചുറൽ ആണ്, വളരെ സ്വാഭാവികമാണ്. എന്താന്ന് പറയുക, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് നമുക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ നമ്മുടെ കൂടെ സമയം ചെലവാക്കണം എന്നായിരുന്നു. അപ്പൊ ഈ ഒരു റിയാക്ഷൻ കുഞ്ഞുങ്ങൾ സ്വാഭാവികമാണ്. ചിലപ്പം കൊച്ച് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മള് വളരെ ആഗ്രഹത്തോടെ ആയിരിക്കും തിരിച്ചു വരുന്നത് ജോലിയുടെ, അല്ലെ എവിടെയാ പോയത്, തിരിച്ചു വരുമ്പം കൊച്ചിനെ ചാടി കയറി എടുക്കാനൊക്കെ. പക്ഷെ കൊച്ച് നമ്മളെ കണ്ട് മട്ട കാണിക്കത്തില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് പതുക്കെ കൊച്ചിന്റെ അടുത്ത് നിന്ന് ഇരുന്ന് പറയാം, പിള്ളേർക്ക് ഒത്തിരി പിള്ളേർക്ക് വിഷമവും ദേഷ്യവും തോന്നാറുണ്ട് മമ്മിമാരും ഡാഡിമാർ പോകുമ്പോൾ. ചില സമയത്ത് ഇങ്ങനെ പറയുമ്പം കുഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെ വിഷമങ്ങൾ അല്ലെ ആ സമയത്ത് കളിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. കൊച്ചിന്റെ രീതിയാണ് തിരിച്ചാ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ശരിക്കും സമയമെടുത്ത് ആ കൊച്ചിനെ ശ്രദ്ധിക്കണം. ചില സമയത്ത് കൊച്ചു ഒന്നും പറയത്തില്ല, കൊച്ചു അപ്പോഴും മൗനം പാലിച്ച് ശരിക്കും കൊച്ചിന്റെ അസ്വസ്ഥത വാക്കിനാൽ ആക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് പതുക്കെ അവരെ ചിലപ്പോ ഒരു പക്ഷെ എടുത്തിട്ട് പറയാം, മോൻ എന്ത് ദേഷ്യവും വിഷമവും തോന്നിയാലും മോൻ എപ്പോഴും ഓർക്കണം, മമ്മിയും ഡാഡിയും എവിടെ പോയാലും മോന്റെ അടുത്തേ തിരിച്ചു വരത്തുള്ളൂ, അല്ലെങ്കിൽ മോളുടെ അടുത്തേ തിരിച്ച് എത്തത്തുള്ളൂ കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പിള്ളേരെ ഇത് റിയഷ്യൂർ ചെയ്യണം. എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് ഈ ഒരു കുഞ്ഞു പ്രായത്തില് നമ്മൾ അവരെ ഇട്ടിട്ട് പോകേണ്ടി വരുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം അവരെ ഓർപ്പിക്കണം. മമ്മിയും ഡാഡി ഇതേ തിരിച്ചെത്തും, ഇന്ന സമയത്തെത്തും. ഇപ്പൊ വൈകുന്നേരം ആണെങ്കിൽ നിന്റെ വൈകുന്നേരത്തെ പാല് മുടി കഴിയുമ്പോഴത്തേക്കും മമ്മിയും ഡാഡി എത്തും. ഈ രീതി നമുക്ക് ചെയ്യണം. വേറൊരു സംഭവം നമ്മൾ പല പേരൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവര് ഒത്തിരി നേരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കിന് അവർക്കൊരു ടെൻഡൻസി ഉണ്ട്, ഒത്തിരി സാധനങ്ങൾ കുഞ്ഞിന് വേണ്ടി കമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അവരുടെ സമയം അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് ചിലപ്പം ചോക്ലേറ്റ് ആയിരിക്കും, ചിലപ്പം എന്തെങ്കിലും കളിപ്പാട്ടായിരിക്കും, ചിലപ്പോൾ ഇതായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. ഇതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പേരൻസ് സ്നേഹം കാണിക്കേണ്ടത് എപ്പോഴും സാധനങ്ങൾ കൊടുത്തിട്ടല്ല. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കുഞ്ഞിന് നമ്മുടെ കയ്യിലിരിക്കുന്ന പാക്കറ്റിനോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്, നമ്മളോടല്ല. അവിടെ ആ ഒരു ബന്ധത്തിന് അതൊരു ഡേഞ്ചറാണ്. എന്താന്ന് പറഞ്ഞാൽ മമ്മി വിൽ ബിക്കം അല്ലെ ഡാഡി വിൽ ബിക്കം മോർ ലൈക്ക് എ സപ്ലൈ മെഷീൻ ഓഫ് ഓൾ ദ ഗുഡി തിങ്സ് ദാറ്റ് ദ ബേബി വാണ്ട്സ്, rather than the baby being happy just for having mommy back and daddy back. സോ ആ ഒരു രീതി നമ്മൾ അവോയ്ഡ് ചെയ്യാം. പല പേരൻസ് ഇത് അവർക്കൊരു കുറ്റബോധം തോന്നുന്നുകൊണ്ട് അത് ചെയ്യുന്ന അത് ശരിക്കും ഒരു നല്ല പ്രാക്ടീസ് അല്ല. വല്ലപ്പോഴും കൊണ്ടുവരുന്ന അത് വ്യത്യാസം, അത് നല്ലതാണ്. പക്ഷെ എപ്പോഴും ഒരു സ്ഥിരമായിട്ട് അത് നമ്മൾ പ്രാക്ടീസ് ആക്കണ്ടേ. പിന്നെ വിദഗ്ധർ സാധാരണ പറയാറ്, നമ്മൾ പിള്ളേരെ അപ്പനും അമ്മയിൽ നിന്ന് മാറ്റി നിർത്തുമ്പം ഓവർനൈറ്റ്, ദാറ്റ് ഈസ് ഇപ്പം വേറൊരു വീട്ടിലാണ് നമ്മുടെ ഇപ്പം വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ ഫ്രണ്ട്സ് ഒരു രാത്രി മാറ്റി നിർത്തുന്ന പൊതുവെ 7 വയസ്സ് വരെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്താന്ന് പറഞ്ഞാൽ അതെവിടെയോ പിള്ളേർക്കൊരു ചെറിയ അസ്വസ്ഥതയാണ്. ചില പിള്ളേർ അവർ പേരൻസായിട്ട് നല്ലൊരു ബന്ധമാണ്. ചില പിള്ളേർക്ക് ചില പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള പിള്ളേർക്ക് ഒരു 6-6.5 വയസ്സാകുമ്പം അവർ അങ്ങോട്ട് പറയും, ഞങ്ങൾക്ക് എന്നെ വലിയമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് നിൽക്കണമെന്നോ ആ രീതിയിൽ വല്ലതും പറയുമ്പം വലിയമ്മച്ചിക്കും ബാക്കി എല്ലാവർക്കും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുഞ്ഞിനെ നിൽക്കാം. അല്ലാതെ അതിന്റെ മുമ്പത്തെ പ്രായത്തിലെ പിള്ളേർക്ക് അമ്മ ഇല്ലാതെ ദൂരെ നിർത്തുമ്പോൾ അത് അസ്വസ്ഥത കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അടുത്തത്, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ജോലിക്കോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നെങ്കിൽ പിള്ളേരോട് പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്. അവർക്ക് ഇച്ചിരൂടെ സെക്യൂരിറ്റി തോന്നാറുണ്ട്. ഒരു പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അവർക്ക് വലിയ തലവേദന ആയിരിക്കും, കൊച്ചു കരയമ്മ പോവണ്ട അപ്പ പോവണ്ട എന്നൊക്കെ പറയുമായിരിക്കും. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പമ്മി ആരോടും പറയാതെ ഇറങ്ങുന്ന ഒരു രീതി. പക്ഷെ പ്രിയപ്പെട്ടവരെ, കൊച്ചവിടെ കഴിഞ്ഞാലും നമ്മൾ അതിനെ റിയഷ്യൂർ ചെയ്തിട്ട് നമ്മൾ പോയാൽ നമുക്ക് അത് വലിയൊരു പ്രശ്നമല്ല. ബിക്കോസ് പിള്ളേർക്ക് പൊതുവെ ആ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അവർക്ക് അപ്പൊ തന്നെ അവർ കാര്യങ്ങൾ പറയായിരിക്കും പോവണ്ട. പക്ഷെ അത് താൽക്കാലികമാണ്. ആ രീതിയിൽ പറഞ്ഞിട്ട് തന്നെ ഇന്ന സമയത്ത് ഞാൻ തിരിച്ചെത്തും എന്നാണ് ഇച്ചിരൂടെ ഒരു ഹെൽത്തി രീതി. പിന്നെ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് ചില ഘട്ടങ്ങളില്
അപ്പനും അമ്മ എന്തെങ്കിലും കാരണവശാൽ മാറേണ്ടി വന്നാൽ പോലും ഈ ചില ഘട്ടങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതെന്തുകൊണ്ടാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഈ ചില പ്രായങ്ങളിലെ സ്ട്രെസ് പിള്ളേർക്ക് കൂടുതൽ അനുഭവപ്പെടുന്നു. അത് ഈ 8 മാസത്തിന്റെ ചുറ്റും പറ്റും. കുഞ്ഞുങ്ങൾ 8 മാസം പ്രായത്തിന്, 18 മാസത്തിന്റെ ചുറ്റും പറ്റും, 1.5 വയസ്സിന്റെ ചുറ്റും പറ്റും. പിന്നെ 8 വയസ്സ്, വലിയ 8 വയസ്സുള്ള കുട്ടികൾ ആ 8, 7, 8, 8.5 ആ ഒരു ചുറ്റും പറ്റിയുള്ള സമയത്തും പൊതുവെ എന്തെങ്കിലും സെപ്പറേഷൻ മുമ്പോട്ട് വരുന്ന ഒരു ഘട്ടമാണെങ്കിൽ അത് ഈ സ്റ്റേജിൽ പ്ലാൻ ചെയ്യാതെ അല്ലാത്തൊരു സ്റ്റേജിൽ പ്ലാൻ ചെയ്യാനായിട്ട് പേരൻസ് ശ്രമിക്കണം. അഥവാ പേരൻസിന് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നാൽ ഈ ഒരു ട്രാൻസിഷൻ പതുക്കെ ആയിരിക്കണം. അപ്പനും അമ്മ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനിയും തൊട്ട് കൊച്ചിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ആള് അപ്പനും അമ്മയുടെ കൂടെ നിന്ന് ചെയ്യുന്ന രീതി എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മനസ്സിലാകും ഇതും അപ്പനും അമ്മ പോലെ ഒരാളാകാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഉള്ളിൽ കിട്ടണം. കുഞ്ഞിനൊരു സെക്യൂരിറ്റി തോന്നുന്നു. അപ്പനും അമ്മ ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും ഇയാളും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഒരു അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ തുടങ്ങണമെങ്കിൽ ആദ്യത്തെ ജോലിക്ക് പോകുന്നതിന്റെ 2 ദിവസം മുമ്പേ അല്ല പുതിയ ഒരു ആൾ കൂടെ വന്ന് സഹായിക്കേണ്ടത്. ശരിക്കും പറഞ്ഞ ഒരു 1, 1.5, 2 ആഴ്ച മുമ്പേ തന്നെ ആള് വന്ന് പതിയെ അമ്മ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു 1% മറ്റേ ആള് ചെയ്യണം. എന്നിട്ട് പതുക്കെ കുറെ ദിവസം എടുത്തെടുത്ത അമ്മ കുറെ റോള് കുറച്ച് മറ്റാൾ കുറച്ചുകൂടി റോൾ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഉൾക്കണ്ട കുറച്ചുകൂടെ അത്രയും വരത്തില്ല. പിന്നെ ചില പഠനങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ മെക്കോക്ക് മങ്കീസ് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് മങ്കീസ് ആണ്. അത് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെക്കോക്ക് മങ്കീസ് കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്തുമ്പം നമ്മൾ അവരുടെ BP, അവരുടെ പൾസ് റേറ്റ്, അവരുടെ ഹാർട്ട് ബീറ്റ്, അവരുടെ സ്വെറ്റിംഗ്, അങ്ങനത്തെ പല ഈ സ്ട്രെസ് സിംറ്റംസിന്റെ പല റെക്കോർഡിങ്സ് ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, മങ്കിയുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വരണമെങ്കിൽ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം വ്യത്യാസം വരാം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പൊതുവെ മനഃശാസ്ത്ര ആരോഗ്യ വിദഗ്ധർ പറയാറ് minimize any separation in childhood from your parents as much as possible. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ do not separate your children from you. പല പ്രാവശ്യം ഈ കുഞ്ഞു ഈ 2 വയസ്സിന്റെ താഴെയുള്ള പിള്ളേര് അമ്മ അപ്പൻ്റെ ദൂരെ ആയി പോയാ ഇത് ഞാൻ പല പ്രാവശ്യം പേരൻസ് വന്ന് എന്നോട് ഇത് പറയുകയും ചെയ്തു, മനസ്സിൽ ദുഃഖിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ that is the reaction of a child. നമുക്കത് we have to avoid the situation rather than cry over why that situation happened. പ്രിയപ്പെട്ടവരെ, ഈ 2 വയസ്സിന്റെ താഴെയുള്ള പിള്ളേരെ പലയിടത്തും ഇത് ഇപ്പൊ കേരളത്തിൽ വലിയൊരു ട്രെൻഡ് ആയിരിക്കാം. ദൂര പഠനങ്ങൾക്കോ അല്ലെ ജോലിക്ക് വേണ്ടിയിട്ട് മക്കളെ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് മാസത്തിനകം തന്നെ അവരുടെ പേരൻസിന്റെ വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസിന്റെ വീട്ടിലുള്ള അല്ലെ അങ്ങനെ റിലേറ്റീവ്സിന്റെ വീട്ടിലുള്ള ആക്കിയിട്ടാണ് ദൂരെ പോകുന്നത്. ഈ ദൂരെ പോകുമ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു രീതിയിലും ഈ അപ്പനും അമ്മയായിട്ട് ടച്ച് ഇല്ല. ഫോൺ വിളി എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് അതൊരു ഒരു രീതിയിലും അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മൾ എന്നും കാണുന്ന ഒരാളെ ഫോൺ വിളിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ദൂരെ നിന്ന് മാസങ്ങൾ കുഞ്ഞിൽ നിന്ന് മാറി നിന്നിട്ട് ഫോൺ ചെയ്യാൻ നോക്കിയാൽ നടക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പല അമ്മമാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ തിരിച്ച് വിദേശത്തുനിന്ന് വരുമ്പം അവർ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെല്ലുമ്പം പല പ്രാവശ്യം കുഞ്ഞുങ്ങൾ ഒരു വികാരം കാണിക്കില്ല. പല രീതിയിലാണ്. ഒന്ന്, ഒരു വികാരം കാണിക്കത്തില്ല, സന്തോഷവും കാണിക്കത്തില്ല, കരയാനും ഇല്ല. 2, ചിലപ്പോ അവർ കണ്ണിന്ന് കണ്ണ് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പനും അമ്മയുടെ കണ്ണിലോട്ട് അവർ നോക്കത്തില്ല. അവരുടെ കളിയും അവരുടെ കാര്യങ്ങളും മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അപ്പനും അമ്മ പ്രതീക്ഷിക്കുന്ന കുഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. കുഞ്ഞിനെ സംബന്ധിച്ച് ഇത് എനിക്കറിയാത്ത ഏതോ 2 വ്യക്തികൾ. ഇതിലൊരു മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇപ്പം രാത്രി കുഞ്ഞിന്റെ അടുക്കാൻ വേണ്ടിയിട്ട് അപ്പനമ്മ ഇപ്പൊ കുഞ്ഞിനെ കൂടെ കടത്തിയാൽ പോലും പല കേസുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പനമ്മ പറയും, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മയങ്ങാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് എറിഞ്ഞിട്ട് തിരിച്ച് വലിയമ്മയുടെ അമ്മ അല്ലെ ആന്റിയുടെ അടുത്തൊക്കെ പോയാ കടന്നത്. എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിനെ ഒരു രീതിയിലും ഇവരെ സ്വന്തം അപ്പനും അമ്മയായിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത പ്രായം. ഇങ്ങനെ ചില ബിഹേവിയേഴ്സ് പിള്ളേരെ കാണിക്കുമ്പോൾ പല പേരൻസ് തെറ്റിദ്ധരിക്കുന്നത് അത് കുഞ്ഞിനെ അവരുടെ ആവശ്യമില്ല,
കുഞ്ഞ് അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കുഞ്ഞിന് ഒരു വിഷയം അല്ല. പ്രിയപ്പെട്ടവരെ, അത് കുഞ്ഞിനെ അത്രമാത്രം ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞ് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ പല രീതിയിലും കുഞ്ഞിന്റെ തിരിച്ചാ ഒരു ബന്ധം പുലർത്താനായിട്ട് ഒരു ശ്രമം നടത്തണം. കുഞ്ഞിന്റെ അടുത്തോട്ടിരുന്ന് പല രീതിയിൽ കുഞ്ഞിലോട്ട് അടുക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തണം. ഇനി ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരു അമ്മയുടെ പ്രസൻസ്. ഒരു അമ്മയുടെ ആ ഒരു കുഞ്ഞ് തീരെ കുഞ്ഞിനാണ് അപ് ടു ദ ഏജ് ഓഫ് 3.5. അപ്പം വാട്ട് ഹാപ്പൻസ് സംടൈംസ് മദേഴ്സ് ഡൈ അല്ലെ. ദൈവം ചില അമ്മമാരെ തിരിച്ച് സ്വർഗത്തിലോട്ട് വിളിക്കും. പക്ഷെ അവിടെ സാധാരണ ഒരു വളരെ അതേപോലെ ഒരു അമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ വരുവാണെങ്കിൽ കുറേയേറെ അമ്മ പോയതിന്റെ ആ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് അവിടെ കൗണ്ടറാക്റ്റഡ് ആവും. ഈ അമ്മ മരിക്കുന്നതും അമ്മ ദൂരെ പോകുന്നതിൽ തമ്മിൽ പിള്ളേരുടെ കാഴ്ചപ്പാടിൽ ഭയങ്കര വ്യത്യാസമാണ്. ഒന്ന് പ്രിയപ്പെട്ടവരെ, പിള്ളേർക്ക് അവരുടെ അമ്മ ഈശോയുടെ അടുത്തോട്ട് പോയി എന്ന് പറയുമ്പം പതുക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അവർക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വലിയൊരു എന്താ പറയുക, ഐഡിയലൈസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം. But when a mother is gone away for work or gone far away where mother is not getting in touch with the child regularly, എന്ത് പറ്റും? കുഞ്ഞിനൊരു സെൻസ് ഓഫ് റിജക്ഷൻ ആണ്. Am I not so good that my mother does not want to be with me? അതാണ് കുഞ്ഞിന്റെ ഒരു ഫീലിംഗ്. കുഞ്ഞത് വാക്കിനാൽ പറയാൻ പറ്റില്ല, കുഞ്ഞിനത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞിനൊരു സെൻസ് ഓഫ് റിജക്ഷൻ ആയിട്ടാണ്, ഒരു തിരസ്കരണം കിട്ടിയത് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അടുത്തത്, പല പ്രാവശ്യം ചില അമ്മമാർ ചില പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച കുട്ടികളാകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, അയ്യോ എനിക്ക് കുഞ്ഞിനെ പിടിച്ചാൽ കുഞ്ഞെന്റെ കയ്യിൽ നിന്ന് വീണു പോകും, ആദ്യത്തെ കുഞ്ഞായിരിക്കാം. ഒരു രീതിയിലും കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, കുഞ്ഞായിട്ട് ഇടപെടാനായിട്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നിട്ട് അപ്പൊ എന്ത് പറ്റും? വല്യമ്മച്ചി ആയിരിക്കും വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെ ഒരു ആന്റി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ വരുമ്പോ എന്താ പ്രശ്നം? കുഞ്ഞിന് ആ അമ്മയുടെ സ്പർശനം കിട്ടിയതിന്റെ ഇതൊക്കെ അങ്ങ് മിസ്സായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയ്ക്ക് കോൺഫിഡൻസ് കിട്ടാനും ഈ കുഞ്ഞിന് അമ്മയുടെ സ്പർശനം കിട്ടാനായിട്ട് രണ്ടുപേർക്കും അത്യാവശ്യമാണ്. ആ അമ്മ കുഞ്ഞിനെ പതുക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചേ തീരൂ. അല്ലാതെ വല്യമ്മച്ചി വന്ന് എല്ലാം കൂടെ ഏറ്റെടുക്കുമ്പോഴത്തേക്കാണ് എന്താ പറ്റുക? ഈ കൊച്ചിന് ആ അമ്മയോടുള്ള ആ ഒരു ബോണ്ടിങ് കുറയും. വല്യമ്മച്ചിയോടുള്ള ബോണ്ടിങ് വന്നിട്ട് ലേറ്റർ ഓൺ വല്യമ്മച്ചി അല്ല കൊച്ചിനെ വളർത്തുന്ന ഒരു ഘട്ടം വരുമ്പോഴത്തേക്കിന് കുട്ടിക്ക് അമ്മേനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരും. അടുത്തത്, ജോലി ചെയ്യുന്ന അമ്മമാർ എന്ന് പറഞ്ഞാൽ രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ അമ്മമാർ തിരിച്ചു വരുമ്പം ധാരാളം സമയം വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് കുഞ്ഞിന്റെ കൂടെ ഇടപെടാൻ ശ്രമിക്കണം, ഏറ്റെടുക്കണം. എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കാം, ജോലിയുടെ ചില രീതികളായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് പെയിൻ എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടിയാൽ പോലും നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിന് നാളെ നമുക്ക് മനസ്സിലാവും ആ വേദനയിൽ കൂടെ ചില എന്താ eternal bonds are formed, bonds that will help the child in future. So we need to take that extra trouble. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കിന് ആ ആദ്യത്തെ ഒരു വർഷം ഏറ്റവും മിനിമം ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യാം. നമുക്ക് ഈ ഓവർ ടൈമും കാര്യങ്ങളും ഒന്നും ഏറ്റെടുക്കല്ലേ പ്രിയപ്പെട്ടവരെ. ആ ഓവർ ടൈമിൽ നിന്ന് കിട്ടുന്ന പൈസ കാട്ടി വലിയൊരു നഷ്ടമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കുഞ്ഞിന് സമയം കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്കിന് നമ്മളിപ്പം ഒരു മിനിസ്ട്രി വർക്കിലാണ്, നമ്മൾ കുറച്ച് സോഷ്യൽ വർക്കിലാണ്, നമുക്ക് ഒത്തിരി സോഷ്യൽ വിസിറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്നായിരിക്കാം. ഇതെല്ലാം ഒരു പക്ഷെ കുറച്ച് ഒന്ന് കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ കുഞ്ഞിനെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതികളിൽ എല്ലായിടത്തും ആ ഏരിയാസിൽ മാത്രം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അടുത്തത്, അഥവാ നമുക്ക് ജോലിക്ക് പോകുമ്പോഴത്തേക്കും 4-5 മണിക്കൂറല്ല 8, 10, 12 മണിക്കൂർ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾക്ക് ഒരു അറേഞ്ച്മെന്റ് ചെയ്യേണ്ടി വരും. വേർ ദ ബേബി ക്യാൻ ബി കെപ്റ്റ് ഇൻ സം ലോക്കൽ ഡേ കെയർ, വേർ ഇടയ്ക്കിടയ്ക്ക് ജോലിയുടെ ഇടയ്ക്കും അമ്മയ്ക്ക് പോയി കുഞ്ഞിനെ സമീപിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആളെ കൂടെ വെച്ച് ചെയ്യണം. എന്റെ ചില ഡോക്ടർ ഫ്രണ്ട്സ് ഈ രീതിയിൽ ചെയ്തപ്പോഴത്തേക്കിന് അവർ തന്നെ പറഞ്ഞു എന്ത് വ്യത്യാസമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവർ, ഇവര് കൂടെ ഒരാളെയും കൂടെ കൊണ്ടുവന്ന് ഡ്യൂട്ടിയും എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന്റെ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയപ്പോഴത്തേക്കിന് ആ വ്യത്യാസം കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തത്, വേണ്ടി വന്ന നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റും പറ്റുന്നില്ലെങ്കിൽ
ഒരു പക്ഷേ ചിലപ്പോൾ ജോലി റിസൈൻ ചെയ്യേണ്ടി വരും. എന്റെ തന്നെ അറിവിൽ, എന്റെ തന്നെ ചില സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അവർ ജോലി വളരെ ഡിഫിക്കൽട്ട് അവേഴ്സ് ആയിരുന്നപ്പം വേണ്ട, ഒരു വർഷത്തേക്ക് ഈ രീതിയിലുള്ള പൈസ വേണ്ട, നമ്മൾ ചുരുക്കി ജീവിക്കാം, നമുക്ക് വളരെ എക്കണോമിക്കലായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് എത്രയോ പേർ ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു ചലഞ്ചാണ്. എന്താന്ന് പറഞ്ഞാൽ പല കുട്ടികൾ ജോലി ചെയ്ത് കുട്ടികൾ ശീലമുള്ളവർ ഇത് ഭയങ്കര ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് ജോലിക്ക് പോവാതിരിക്കുമ്പം. രണ്ട്, ചിലപ്പോൾ അവർക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. മൂന്ന്, അവർക്ക് ചിലപ്പോൾ തോന്നും ഞാൻ എന്റെ പഴയ ജോലിയെല്ലാം മറന്നു പോവാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഡൗട്ടൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഈശോയുടെ അടുത്തോട്ട് നമ്മൾ ഫോക്കസ് മാറ്റുക. ഇത് ദൈവിക വിളിയാണ്. മാതൃത്വം പിതൃത്വം ഒക്കെ ദൈവിക വിളിയാണ്. ആ വിളിയിലോട്ട് നമ്മളുടെ വിശ്വസ്തത പുലർത്തുമ്പോഴത്തേക്കിന് ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. അത് ഉറപ്പാണ്. ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് ഇങ്ങനെ, ധാരാളം എക്സാമ്പിൾസ്. പേരൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിസ്കസ് ചെയ്തിട്ട് ആദ്യത്തെ 2.5 വർഷം they have invested for the child so that അവർക്ക് ടോട്ടൽ ബാങ്ക് ബാലൻസ് കുറഞ്ഞെങ്കിൽ പോലും അവർക്ക് നിധിയാണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് കൊച്ചിന്റെ ഡെവലപ്മെന്റ് വാസ് മോർ ഹെൽത്തി. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു, ഈ കുട്ടിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ തോന്നുന്നെങ്കിൽ ഹസ്ബൻഡും വീട്ടുകാരെല്ലാം ഒരു ലവിങ് സപ്പോർട്ട് കൊടുക്കണം. പല വീടുകളിൽ നേരെ മറിച്ച് ജോലിക്ക് പോ എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്ന അമ്മയ്ക്ക് ചിലപ്പോൾ അറിയാം കുഞ്ഞിന് എന്റെ ആവശ്യമുണ്ട്, പക്ഷെ വീട്ടിലെ പ്രഷർ കാരണം അവസാനം ജോലിക്ക് പോകേണ്ട ധാരാളം കുട്ടികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളുടെ നന്മ നമ്മൾ മനസ്സിൽ കാണുവാണെങ്കിൽ ഷോർട്ട് വർക്കിംഗ് അവേഴ്സ്, or if they are very long working hours, have a replacement. Or if you cannot get a replacement, think of having a break in your job and get this. Our loving husband and our loving സംരക്ഷണം സപ്പോർട്ടും കൂടെ വലിയ രീതിയിൽ ഈ കുടുംബത്തിനെ സഹായിക്കും, ഈ പെൺകുട്ടിയെയും സപ്പോർട്ട് ചെയ്യും. അവസാനം, ഇഫ് വൺ പേരന്റ് വേറൊരു രീതിയിൽ നമുക്ക് നിവർത്തിയില്ല, ചില പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ട് ചിലപ്പം ഒരാൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നാൽ പോലും തീരെ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും ഇവരായിട്ടൊരു ടച്ച് വേണമെങ്കിൽ ഒന്ന് വി മസ്റ്റ് ഹാവ് ഫോട്ടോഗ്രാഫ്സ് നമ്മൾ വെക്കണം. കുഞ്ഞിനെ ഭയങ്കര സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസ് ആ പോകുന്ന പേരന്റിന്റെ. ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഓറിയന്റ് ചെയ്യുക. കുഞ്ഞിനെ എൻകറേജ് ദ ചൈൽഡ് ടു ടോക്ക് ടു ദാറ്റ് ഫോട്ടോഗ്രാഫ്. എൻകറേജ് ദ ചൈൽഡ് ടു ഗിവ് എ ഗുഡ് നൈറ്റ് കിസ്. രാത്രി ഉറങ്ങുന്ന മുമ്പേ ആ ഒരു കുഞ്ഞു ഉമ്മ കൊടുക്കാനായിട്ട്. ഈ ദൂരെ ചിലപ്പോൾ ഭർത്താവ് ദൂരെ ആയിരിക്കും, ഭാര്യയും മക്കളും ഇവിടെ നാട്ടിലായിരിക്കും. ഈ രീതിയിൽ കുട്ടികൾക്ക് അപ്പനായിട്ട് ആ ഒരു ബന്ധം തുടരായിട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ എത്രയോ കുട്ടികൾക്ക് തിരിച്ച് അപ്പൻ 1.5 വർഷം 2 വർഷം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് അവർക്ക് അപ്പൻ ഒരു സ്ട്രേഞ്ചർ, അവർക്ക് അസ്വസ്ഥതയാണ്. പല പ്രാവശ്യം അവർക്ക് വെറുപ്പ് വരും. എന്താന്ന് പറഞ്ഞാൽ അത്രയും നാൾ അമ്മ അവരെ ശ്രദ്ധിച്ചത് ഇപ്പൊ അമ്മ അപ്പനെയും കൂടെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നു. ഈ അറിയാത്ത ആളെ ഇപ്പൊ ഇത്രയും ശ്രദ്ധിക്കുന്നു എന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആദ്യമേ ഈ അമ്മയുടെ കടമയാണ് ഈ അപ്പനായിട്ടുള്ള ആ ഒരു ടച്ച് പിള്ളേർക്ക് എപ്പോഴും പിള്ളേർക്കണം. ഇപ്പൊ ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഇന്റർനെറ്റ് വഴിയും വീഡിയോ ക്യാം വഴിയൊക്കെ നമുക്ക് ഇതൊരു ലൈവ് എക്സ്പീരിയൻസ് ആക്കാം പിള്ളേരോട്. അവർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവർ എന്നിട്ടങ്ങ് ഓടുമായിരിക്കും, പക്ഷെ അവർക്ക് എവിടെയോ ഒരു ടച്ച് ഉണ്ട്, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ്. പിന്നെ ഇങ്ങനെ ദൂരെ നിൽക്കുന്നവർ എത്ര പെട്ടെന്ന് കുടുംബത്തിനെ ഒരുമിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യണം. ഒരു പക്ഷേ ഇച്ചിരി പൈസ കുറവുള്ള ജോലി ആയിരിക്കാം, അങ്ങോട്ട് മാറേണ്ടി ഒരു ചിലപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടി വരും. ചിലപ്പം കുറച്ചുനാൾ നാട്ടില് ഇച്ചിരി ചെറിയ ശമ്പളത്തിലായിരിക്കും ചിലപ്പം നിൽക്കേണ്ടി വരുന്നത്. എന്നാൽ പോലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ ചില സാക്രിഫൈസസ് ചെയ്യുന്ന വർത്താണ്. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലായിരുന്നപ്പോഴത്തേക്കിന് എന്റെ കൂടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്നവര്, മെഡിക്കൽ സ്റ്റുഡൻസ്. അവർ പറയായിരുന്നു, പ്രിയക്ക് എന്തൊരു താല്പര്യം വീട്ടിൽ ഓടി എത്താനായിട്ട് അവധികൾ വരുമ്പോഴത്തേക്കിന്. ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനേ തോന്നത്തില്ല. എന്താന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ അല്ലായിരുന്ന നമ്മുടെ ഡാഡിയും മമ്മിയും ഇപ്പൊ നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ശരിക്കും ഡാഡി മമ്മി നമ്മുടെ ആന്റി തന്നെയാണ്, ആന്റിയാണ് ഞങ്ങൾ വളർത്തിയെന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരൊരു
എന്നെ പറഞ്ഞത് എന്നെ ഒത്തിരി സ്പർശിച്ചു. എത്ര ഡാഡി മമ്മി സമ്പാദിച്ചാലും എത്ര സുഖങ്ങൾ ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാഡി മമ്മിയുടെ സാന്നിധ്യമായിരുന്നു വലുത്, ഞങ്ങൾക്ക് അതായിരുന്നു വേണ്ടിയത് എന്ന് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇന്നും ഞാൻ കൊച്ചുകുട്ടികളോടും വലിയ കുട്ടികളോടും ഒക്കെ നമ്മൾ കൗൺസിലിംഗ് ഇരിക്കുമ്പോഴത്തേക്കിന് കേൾക്കുന്ന അവരുടെ ഒരു വലിയ വിഷമം ഇതാണ്, അവരുടെ പേരൻസ് ദൂരെ ആയിരിക്കുമ്പം. പേരൻസ് കുറച്ച് ദൂരം ഇങ്ങനെ വീക്കെൻഡിന് വരാൻ പറ്റുന്നു, വീക്ക് ഡേയ്സിന് വരാൻ പറ്റുന്നു, എല്ലാ ദിവസവും തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അത് അത്രയും ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷെ ഇങ്ങനെ 1 വർഷം 1.5 വർഷം ദൂരം നിൽക്കുന്നു. എനിക്കറിയാം പല പേരൻസ് കരഞ്ഞ് എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചു വീഴുമ്പം ഒന്ന് തടവി കൊടുക്കാൻ ഒരു ബാൻഡേഡ് ഇടാനോ, ഞങ്ങളുടെ കൊച്ചു ആനുവൽ ഡേ സ്കൂൾ ഡേക്ക് വേണ്ടി സ്റ്റേജിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റാത്തതിന്റെ വേദനയൊക്കെ എന്തുമാത്രം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Either we must take our children with us, or maybe we must postpone that house we want to make or so many other things so that we can be one as a family as much as possible. It is not possible എപ്പോഴും. ചില പ്രൊഫഷൻസ് തന്നെ ദൂരം മാറി നിൽക്കേണ്ട പ്രൊഫഷൻസ് തന്നെയാണ്. ഇപ്പൊ ആംഡ് ഫോഴ്സസോ അങ്ങനെയൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ ഉള്ളപ്പം ദൂരെ നിൽക്കുന്ന പേരന്റും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി ഒറ്റയ്ക്ക് ബാക്കി കുട്ടികളെ വളർത്തി കൊണ്ടുവരുമ്പോഴേ വളരെ സ്ട്രെസ്ഫുൾ ആണ് ഒറ്റ പേരന്റ് ആയിട്ട് പിള്ളേരെ വളർത്തുന്നത്. അപ്പം ഈ ദൂരെ നിൽക്കുന്ന പേരന്റും വേണ്ടി വന്ന ഫോട്ടോയുടെ മുകളിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചോ, ചിലപ്പം അല്ലാതെ സങ്കല്പിക്കാൻ പാടാണെങ്കിൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക. ഇവർക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, ഇവർക്ക് എന്തൊക്കെ മുറികൾ, ഈ ഒരു മാറി നിൽക്കുന്നതിന്റെ ആ ഒരു അപാകത എന്തൊക്കെ ഉണ്ടോ, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് ഇത് കഴുകിപ്പോവാൻ. ഈശോനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴത്തേക്കിന് വലിയ ഹീലിംഗ് സംഭവിക്കാറുണ്ട്. എന്റെ കൂടെ ചില ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു ഹീലിംഗിൽ കൂടെ വന്നുകൊണ്ടാണ് ശരിക്കും ആ ഒരു അപ്പനമ്മ മാറി നിന്നതിന്റെ ആ കുറവ് ഉണ്ടെങ്കിൽ പോലും അവരെ ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാൻ പറ്റുന്നത്. 3, നമുക്കൊരു പക്ഷെ ഒത്തിരി ഫൈനാൻഷ്യൽ ഉത്കണ്ഠ, പൈസനെ പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ കൂടെ ഇരുന്ന് വചനം ധ്യാനിച്ച് ഈ ഉത്കണ്ഠ എല്ലാം ഈശോയുടെ കാൽക്കേ കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ ഈ ഉത്കണ്ഠ ഉള്ളിടത്തോളം നമ്മൾ എപ്പോഴും കുടുംബത്തിനെ സെക്കൻഡ് ആക്കി പൈസനെ ഫസ്റ്റ് ആക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അടുത്തത്, നമ്മള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് സൗഖ്യം കിട്ടാനായിട്ട്. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില മക്കളായിരിക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പോയത്. അപ്പനമ്മ ദൂരെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പനമ്മയെ നമുക്ക് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവരും വേദനിച്ച ഘട്ടങ്ങൾ ധാരാളം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവരെ ഫോർഗീവ് ചെയ്യാതെ, അവരുടെ അറിവില്ലായ്മയിൽ പല പ്രാവശ്യം ഇങ്ങനത്തെ ചില ഈ സെപ്പറേഷൻ സംഭവിച്ചു കാണും. 2, നമ്മൾ നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം, വചനം ധ്യാനിക്കാം. മൈ ഗോഡ് is my healer. No one else can heal you as beautifully as Jesus Christ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഘട്ടം, ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നു. ദൂര ആയിരിക്കുന്ന ഘട്ടങ്ങളെ എല്ലാം ദൈവത്തിന്റെ കൺമുമ്പിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പൊ നിങ്ങൾ ദൂരായിരിക്കുന്ന പേരൻസ് അല്ലായിരിക്കും, ദൂരായിരിക്കുന്ന പേരൻസിനെയും അവരുടെ മക്കളെയും നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ സൗഖ്യവും ഒരു തിരു കുടുംബം അവിടെ പണിത് ഉയർത്തു വരാനായിട്ട്. പ്രിയപ്പെട്ടവരെ, യു ആർ വണ്ടർഫുൾ പേരൻസ് ആൻഡ് യുവർ